ഭരണ തുടർച്ചയിലെ 10ാം വാർഷികം പിണറായി സർക്കാർ പൊടിപൊടിക്കുമ്പോൾ ആശമാർക്ക് ഇന്ന് കണ്ണീരിന്റെ 100ാം ദിവസം. തൊഴിലാളി സമരങ്ങളോട് മുഖം തിരിച്ചുകൊണ്ടാണ് സർക്കാർ തങ്ങളുടെ വാർഷികാഘോഷ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി നടത്തുന്നത്. സർക്കാർ തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നില്ല. ആവശ്യങ്ങൾ നിറവേറ്റാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും ആശാ സമരസമിതി നേതാവ് എം എ ബിന്ദു ജനം ടിവിയോട് പ്രതികരിച്ചു. പണിയെടുത്തവർക്ക് കൂലി കൊടുക്കാൻ തയ്യാറല്ല, പക്ഷേ ധൂർത്തടിക്കാൻ പണമുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ ഈ 4ാം വാർഷികത്തോടനുബന്ധിച്ച് 200 കോടിയിലേറെ തുക ചെലവഴിക്കുന്നതായിട്ടാണ് ഓരോ ദിവസവും കണക്കുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമുണ്ട്. ഖജനാവിലെ പണം കുത്തിച്ചോർത്തി മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന ജനവിഭാഗത്തിന് പണിയെടുത്താൽ കൂലി തരില്ല. ഇത് ശക്തമായ പ്രതിഷേധമാണ്, സമരമാണ്. ഇത് സമരം തുടരും. വേതന വർധനവ്, ന്യായമായ ഡിമാൻഡുകൾ വാങ്ങിക്കൊണ്ട് ഞങ്ങൾ പിൻവാങ്ങുകയുള്ളൂ. തീർച്ചയായിട്ടും സമരം തുടരും. ആശമാരുടെ സമരപന്തലിൽ നിന്നും ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, കണ്ണീർ പ്രതിഷേധത്തിന്റെ 100ാം ദിവസം കടന്നു പോകുമ്പോൾ സർക്കാർ മുഖം തിരിച്ചുപോലും നോക്കുന്നില്ല. ഒരുപക്ഷെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ വനിതാ പ്രതിഷേധമായി ആശമാരുടെ സമരം മാറുകയല്ലേ? തീർച്ചയായിട്ടും വിഷ്ണു, ചരിത്രത്തിന്റെ ഭാഗമാണ് ആശാ സമരം എന്ന് പറയുന്നത്. ഒരു ആശയം സംസ്ഥാന സർക്കാരിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 100 ദിവസമായിട്ട് തലസ്ഥാനത്ത് നിന്നും നമുക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ നടക്കുന്ന ആശമാരുടെ പ്രതിരോധ യാത്ര, സമരയാത്ര ഇന്ന് പാലക്കാട് ജില്ലയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പന്തം കൊളുത്തിക്കൊണ്ട് പ്രതിഷേധാഗ്നിയായിട്ട് 100ാം ദിവസത്തെ അവർ ഓർമ്മപ്പെടുത്തുമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് നമുക്ക് ഈ സമരത്തെ കണ്ണീരുമായി ഉപമിക്കാൻ കഴിയുക? ഒരു സർക്കാർ സംവിധാനത്തെ പ്രതിരോധത്തിലാക്കുന്ന സമരം, ആ സമരം 100 ദിവസം പിന്നിടുമ്പോൾ സമരത്തിന്റെ ആശയം എങ്ങനെ ഒരു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നു എന്നത് വേണം മനസ്സിലാക്കേണ്ടത്. പിണറായി സർക്കാർ 10ാം വാർഷികം ആഘോഷിക്കുമ്പോൾ 200 കോടി രൂപയിലധികം ചെലവിട്ടുകൊണ്ട് 10ാം വാർഷികം പൊടിപൊടിക്കുമ്പോൾ ഇവിടെ 22,000-ഓളം വരുന്ന വനിതാ തൊഴിലാളികൾ, തൊഴിൽ വർഗം ഇവിടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അലമുറയിട്ട് മുഷ്ടി ചുരുട്ടി വിളിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. പല ഘട്ടങ്ങളിലും സർക്കാർ ആ സമരത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു. ചർച്ചകളിൽ അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഡിമാൻഡിൽ പോലും സർക്കാരിന് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. സർക്കാർ എപ്പോഴും മുട്ടാൻ ന്യായം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്നിട്ടും സമരത്തിന്റെ വീര്യം ചോരാതെ അവർ അവരുടെ മാർഗവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 10ാം വാർഷികാഘോഷത്തിൽ ഇന്ന് കൊച്ചി വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേക്ക് മുറിച്ചുകൊണ്ടാണ് ആഘോഷിക്കുന്നത്. ഈ ആഘോഷ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുമ്പോഴും ഒരു തൊഴിൽ വിഭാഗത്തിന്റെ, ഒരു തൊഴിലാളി വർഗത്തിന്റെ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ സർക്കാർ ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരും ഇടത് അനുകൂലികളായിട്ടുള്ള നേതാക്കളും പല ഘട്ടങ്ങളിലും ആശാ സമരത്തിനെതിരെ എടുത്തിട്ടുള്ള നിലപാട് നമ്മൾ കണ്ടതാണ്. വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുക, വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക, സാംസ്കാരിക കേരളത്തിന് പോലും നിരക്കാത്ത രീതിയിൽ അവരെ തഴഞ്ഞുകൊണ്ട് സംസാരിക്കുക. അങ്ങനെയാണ് സർക്കാർ അനുകൂലികളും പാർട്ടി അനുകൂലികളും രംഗത്ത് വന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇടത് ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാംസ്കാരിക നായകർ ഉൾപ്പെടെ ആശാ വർക്കർമാരുടെ സമരത്തിനെ പിന്തുണച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. അത് ഏറ്റവും ഉദാഹരണമാണ് കവി സച്ചിദാനന്ദൻ. സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഏറ്റവും പുതുതായിട്ട് ഇടത് അനുകൂലി കൂടിയായിട്ടുള്ള കവി റഹീഖ് അഹമ്മദ് രാവിലെ ആശാ വർക്കർമാരെ പിന്തുണച്ചുകൊണ്ട് എഴുതിയ കവിത തന്നെയാണ്. വഞ്ചകന്മാരുടെ വേഷമണിഞ്ഞ സർക്കാർ സംവിധാനങ്ങളെ ആശമാരുടെ ആശയങ്ങൾ കൊണ്ട് തോൽപ്പിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് അദ്ദേഹം ആ കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആശമാരുടെ സമരം എങ്ങനെയാണ് വർത്തമാന കേരളത്തെ സ്വാധീനിച്ചത്, ആ സമരം എങ്ങനെയാണ് സർക്കാരിനെ കാര്യമായ രീതിയിൽ ബാധിച്ചതെന്ന് കഴിഞ്ഞ 100 ദിവസത്തിനുള്ളിൽ നമ്മൾ കണ്ടതാണ്. ആശമാരുടെ ആശയം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാതെ പോവുകയല്ല, സർക്കാരിന് വ്യക്തമായിട്ടുള്ള മറുപടി അവർക്ക് നൽകുന്നതായിരിക്കും. എന്തായാലും സമരവീര്യം ചോരാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. 2 ദിവസത്തിനുള്ളിൽ ഈ സമരം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും. സമരയാത്ര തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും. അതിനുശേഷം വലിയ രീതിയിലുള്ള സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആശാ വർക്കർമാരുടെ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. വിഷ്ണു, ശരി. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.